ഈ അപ്സരയുടെ ഹസ്ബൻഡ് പറയുന്നത് അവിടെ വിന്നർ ആയിട്ടുള്ള പകലും ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറയാലോ, അമ്മയും മകളെയും ഒക്കെ കൊണ്ട് കൊടുത്തിട്ടാണ് എന്നുള്ളൊരു അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പുള്ളി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അഖിൽമാരാറ് അവിടെ ജയിച്ച, കഴിഞ്ഞ വർഷം ജയിച്ച വിന്നർ ആയിട്ടുള്ള അഖിൽമാരാറ് താങ്കളുടെ അമ്മയോ പെങ്ങളെയോ മക്കളെയോ എന്ന് അവിടെ ചോദിച്ചിട്ടില്ല. അവിടെ വിന്നർ ആയിട്ടുള്ള പല ആളുകളും എന്നാണ് പുള്ളി ചോദിച്ചിരിക്കുന്നത്. ഇതും പൊക്കി പിടിച്ചാണ് അഖിൽമാരാർ ഇപ്പൊ തെറി പറയാൻ വന്നിട്ടുള്ളത്. അതായത് അഖിൽമാരാറിന്റെ ഭാര്യയും മകളെയും വീട്ടുകാരെയും പറഞ്ഞു എന്ന് പറഞ്ഞ് അഖിൽമാരാർ എന്ന് പറയുന്ന അഖിൽമാരാർ പലയിടത്തും പല പ്രശ്നങ്ങളും വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഞാൻ നിങ്ങളെ പേഴ്സണലി പറഞ്ഞോ? ഇല്ല, ഞാൻ മൊത്തത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സ്ത്രീയുടെ, ഇപ്പൊ അഖിൽമാരാർ പറയുന്നതിനകത്ത് ഞാനൊരു സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാരെയും കൂടെ ഒന്നിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് കുറെ പേരുണ്ട് എന്നുള്ള രീതിയിലാണ് അഖിൽമാരാർ പറയാനുള്ളത്. അതുപോലെയല്ല ഈ പുള്ളി പറഞ്ഞിരിക്കുന്നത്. അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞല്ല. അഖിൽമാരാറിന്റെ ഭാര്യ, അഖിൽമാരാർ ജയിച്ചത് അഖിൽമാരാറിന്റെ ഭാര്യയും മകളെയും ആ വീട്ടുകാരെയും ആരെങ്കിലും ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് ബിഗ് ബോസ് സീസൺ 6. അപ്പോ ഈ ഒരു സീസൺ 6 ആണ് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സീസൺ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതിനകത്തെ ഒരു കാരണം, ഇതിനെ മുമ്പത്തെ സീസൺ, കഴിഞ്ഞ സീസൺ മാത്രമേ ഞാൻ പിന്നെ കുറച്ചെങ്കിലും കണ്ടിട്ടുള്ളൂ. അതിനെ മുമ്പത്തെ സീസണുകളൊന്നും അത്രയും ഗംഭീരമായിട്ടിരുന്ന് കണ്ടൊരു വ്യക്തിയൊന്നും അല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഇത്രയും കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വർഷം ടോട്ടലി ഫുള്ളി ഈ ഒരു ബിഗ് ബോസിന്റെ പുറകെ നടക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ലൈവ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഒരാൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ കോൺട്രവേഴ്സീസ്, അകത്ത് ഒരു രീതിയിലുള്ള കോൺട്രവേഴ്സീസ് ഉള്ള സാധനങ്ങൾ അവരുണ്ടാക്കി തരുന്നുണ്ട്. കണ്ടന്റ് എന്ന് വേണമെങ്കിൽ പറയാം, അകത്തുള്ള കണ്ടസ്റ്റൻസ്. അതുകൂടാതെ വെളിയിലുള്ള പഴയ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിട്ട് വിന്നർ ആയിട്ടുള്ള ചേട്ടന്മാരും ഇപ്പോഴത്തെ ബിഗ് ബോസിനകത്തിരിക്കുന്ന കണ്ടസ്റ്റൻസിന്റെ ഭർത്താക്കന്മാരും ഭാര്യമാരും കുട്ടികളും ഒക്കെ ആയിട്ടുള്ള കുറെ കോൺട്രവേഴ്സീസ്. അയ്യോ, ഞാനൊരു ഗുമ്മിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ, കുട്ടികളെ ഒന്നും ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ. പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു പോയതേ ഉള്ളൂ. സംഗതി എന്തായാലും ഒട്ടുമിക്ക ബിഗ് ബോസ് ഫാൻസിനും മനസ്സിലായി കാണും. അപ്പം നമ്മുടെ അഖിൽമാരാർ, അതുപോലെ തന്നെ അപ്സരയുടെ ഭർത്താവ് ആൽബി, ആ പുള്ളിയായിട്ട് നടക്കുന്ന കുറച്ച് തെറിപറച്ചിലും കാര്യങ്ങളും ഒക്കെ വൈറലാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയ അപ്ഡേറ്റ് ഇന്നലെ വൈകിട്ട് വേറൊരു വീഡിയോയില് വേറൊരു ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് അഖിൽമാരാർ കൊടുത്ത ഒരു ചെറിയൊരു ഒരു വീഡിയോ ക്ലിപ്പൊക്കെ വെച്ചിട്ട് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിനെ പറ്റിയൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്, ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറെ പേർക്ക് തോന്നും, ഇവരെന്തിനാണ് അഖിൽമാരാറിനെ തെറി പറയാൻ വന്നിരിക്കുന്നത്, നീ ആരാണ് അഖിൽമാരാറിനെ പറയാൻ എന്നുള്ള കുറെ കമന്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആദ്യമേ ഞാനൊരു കാര്യം പറയാം, ഞാൻ ആരുടെയും സൈഡ് പിടിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഇന്ന് വരെ ഒരു വീഡിയോയിലും ഏതൊരു ടോപ്പിക്കിനെ എടുത്ത് ഞാൻ സംസാരിച്ചാലും ഞാൻ ആരുടെയും സൈഡ് പിടിക്കാറില്ല. എന്നാൽ രണ്ട് സൈഡിലുള്ള തെറ്റുകളും രണ്ട് സൈഡിലുള്ള ശരികളും ഞാൻ പറയാറുണ്ട്. അപ്പൊ ഈ ഒരു വിഷയത്തില് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ആദ്യമേ ഈ ആൽഫി, ഈ അപ്സരയുടെ ഹസ്ബൻഡിന്റെ ആ ഒരു കുഞ്ഞ് ഇന്റർവ്യൂ, ഇപ്പം നമ്മുടെ ഉണ്ണിച്ചേട്ടൻ, നമ്മുടെ അഖിൽ ചേട്ടൻ വിളിച്ച് തെറി പറഞ്ഞൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ ഞാനത് കേൾപ്പിച്ചു തരാം എന്തിനാണ് വിളിച്ച് തെറി പറഞ്ഞതൊക്കെ. അപ്പൊ ആ തെറി പറയാനുള്ള കാരണം ഈ ഒരു ഇന്റർവ്യൂവില് നമ്മുടെ ഈ ചേട്ടൻ അപ്സരയുടെ ഭർത്താവ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം അതിനകത്ത് അഖിലേട്ടൻ പറയുന്നത് അഖിലേട്ടന്റെ ഭാര്യയും മക്കളെയും ഒക്കെ മോശമായി അയാൾ പറഞ്ഞുകൊണ്ടാണ് തെറി പറഞ്ഞതാണ്. പക്ഷെ അതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്ന ഒരു കേസുണ്ട്, അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി പ്രൊവോക്ക് ആവാൻ കാരണം അത് മാത്രമല്ല, അതിന് മുമ്പ് ഈ നമ്മുടെ അപ്സരയുടെ ഭർത്താവ് കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. അതും കൂടെ കേട്ടിട്ടാണോ അഖിലേട്ടന് പ്രൊവോക്കേഷൻ വന്നത് എന്നുള്ളൊരു സംശയമുണ്ട് എനിക്ക്. എന്തായാലും അത് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ കേൾപ്പിച്ചു തരാം. കണ്ടു കാര്യങ്ങളെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇത് ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടാകുന്ന ഒരു സംഭവമായിരിക്കും. പക്ഷെ എനിക്ക് അഖിൽമാരാരെ കുറിച്ച് യാതൊരു അഭിപ്രായമില്ല. ഒന്ന്, ഈ അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താ വെച്ചാൽ, അയാൾ എന്താണ് പറയുന്നതെന്ന് അയാൾക്ക് അറിഞ്ഞൂടാ. അയാൾക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ എന്താണ് പറയുക, സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റാർഡം ഉണ്ട്, അയാളെ പിന്തുണയ്ക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവിടെ നിൽക്കണമെന്നല്ലാതെ അയാൾ പറയുന്നതിൽ യാതൊരു റെലവൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അഖിൽമാരാരെടുത്ത് നേരിട്ട് ഞാൻ ക്യാമറ നോക്കി പറയുന്നൊരു കാര്യമാണ്, അയാൾ ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയും, നാളെ പറയുന്നത് മറ്റന്നാൾ മാറ്റി പറയും. സ്വന്തം വാക്കുകളിൽ ഉറച്ചു നിൽക്കാത്ത ഒരാൾക്ക് മറുപടി പോലും അയാൾ അറിയിക്കുന്നില്ല. ഒരു മറുപടിക്ക് പോലും അർഹതയില്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് അഖിൽമാരാരെ തോന്നിയിട്ടുള്ളത്. അപ്പൊ ആദ്യമേ ഈ ചേട്ടൻ പറയുന്ന കാര്യം, അഖിൽമാരാർ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാത്ത ഒരു വ്യക്തിയല്ല എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷെ വ്യക്തിയാണ്, ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാത്ത ഒരു വ്യക്തിയാണെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അഖിൽമാരാർ പറയുന്ന പല കാര്യത്തിലും പുള്ളി ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്.
പിന്നെ ഈ ചേട്ടൻ പറയുന്ന ഈ ഒരു കാര്യം തന്നെ ആയിരിക്കും. അഖിൽമാരാറിന് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആരാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഒരു ചെറിയ ദേഷ്യം തോന്നും. ആ ഒരു സാധനം അഖിൽമാരാർക്കും തോന്നി. കാരണം ഇത്രയും പച്ചയ്ക്ക് വന്നിരുന്ന അഖിൽമാരാറിനെ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അഖിൽമാരാർക്ക് എന്തായാലും ദേഷ്യം വരും. അപ്പൊ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഈ ഒരു ഇന്റർവ്യൂവില് നമ്മുടെ ഒറിജിനൽസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ എടുത്തത്. അപ്പം ആ ഒരു ഇന്റർവ്യൂവിൽ ഈ അണ്ണൻ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ പോയി നിങ്ങൾ കണ്ടാലും മതി. അപ്പൊ മനസ്സിലാവും ഈ ഒരു സാധനമാണ് അണ്ണൻ ആദ്യമേ പറയുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ അഖിൽമാരാർക്ക് പൊട്ടും. അതിനുശേഷം ചേട്ടൻ പറയുന്ന പോലെ അഖിൽമാരാറിന് സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റാർഡം ഉണ്ട് അദ്ദേഹത്തിന്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞല്ലോ അയാൾ മാറ്റി പറയുന്നത്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. വ്യക്തിത്വം ഉള്ള ഒരാളായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ ചേട്ടൻ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ, പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാത്ത ഒരാളെന്ന്, അതാരാണ് ഈ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാത്ത ഒരു വ്യക്തി എന്ന് നമുക്ക് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. അഖിൽമാരാറുമായിട്ടുള്ള ആ ഒരു ടെലിഫോൺ, ഇവര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും ആരാണ് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാത്തതെന്നുള്ളത്. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. പിന്നെ ഈ ചേട്ടനെയും അഖിൽമാരാറിനെ ഞാൻ ഇവിടെ കുറ്റം പറയുന്നില്ല. പക്ഷെ രണ്ടുപേരുടെ സൈഡിലും ഞാൻ നോക്കിയപ്പോഴത്തേക്ക് രണ്ടുപേരുടെ സൈഡിലും മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ഇയാളുടെ സൈഡിൽ എന്താണ് മിസ്റ്റേക്ക് ഉള്ളതെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നല്ലോ. ഇയാൾ ഇങ്ങനത്തെ കുറെ മറ്റേ കൊണ തള്ളലുണ്ട്. അതായത് അഖിൽമാരാറ് നിലപാടിൽ ഉറച്ചു നിൽക്കാതെ, എനിക്ക് അതൊന്നും തോന്നിയിട്ടേ ഇല്ല കേട്ടോ. അഖിൽമാർ പറയുന്ന കാര്യത്തിൽ എന്നും അയാൾ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹത്തിനെ എല്ലാവരും വന്ന് തെറി, ഇപ്പൊ അഖിൽമാരാണെങ്കിലും തെറി പറഞ്ഞത്, അതുപോലെ തന്നെ ഇപ്പൊ നാട്ടുകാരാണെങ്കിലും തെറി പറയുന്നത്, ഇയാൾ എന്തോ മോശമായി പറഞ്ഞു. പല ചാനൽസും ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തപ്പോ ഞാൻ കണ്ടു ഇയാളെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്. ഇയാൾ അഖിൽമാരാറിന്റെ ഭാര്യയും മോളെയൊക്കെ പറഞ്ഞെന്ന് പറയുന്ന ഒരു സാധനം ഞാൻ കണ്ടു. അത് എന്തുകൊണ്ടാണ് ഈ വീഡിയോയിൽ തന്നെയാണ് അത് പറഞ്ഞതാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ആ ഭാഗം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, ഒന്ന് നോക്കിക്കോ. ഒന്നുകിൽ നമ്മൾ പറയാണ് ഒരു നാട്ടിലല്ല, ഇപ്പൊ തിരുവനന്തപുരത്ത് എല്ലാ സ്ത്രീകളും മോശക്കാരാണെന്ന്, അതിൽ മോശക്കാരെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഞാൻ പറയാനുള്ള തൻ്റെ ഇടം എനിക്ക് വേണം, അതിനുള്ള നട്ടല് വേണം. പലപ്പോഴും അല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല. ഒന്ന് വേണം. രണ്ട്, അഖിൽമാരാർ പറഞ്ഞ ഈ ഒരു കാര്യം, ബിഗ് ബോസിൽ പോകുന്ന പല പെൺകുട്ടികളും അവിടെ പോയി 2 പെൺകുട്ടികൾ ഏതോ പോയെന്ന് പറഞ്ഞു. അത് ആരാന്ന് കൃത്യമായിട്ട് പറയാൻ അഖിലിന് പറ്റണം. അല്ലെങ്കിൽ അഖിൽ ചെയ്യേണ്ടത് എന്താണ്? അഖിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പറയാൻ പറ്റില്ലെങ്കിൽ ഇത് പറയരുത്, അല്ലെങ്കിൽ തെളിവ് വേണം. എനിക്ക് ആരെയും പേടിയില്ല, അത് ഞാൻ ഏത് കോടതിയിലും പറയുമെന്നൊക്കെ പറഞ്ഞ് വലിയ നാക്കിട്ട് ഇളക്കുന്ന അഖിലിനോട് എനിക്ക് പറയാനുള്ളത്, ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അഖിലെ തുറന്ന് പറയട്ടെ. അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മളെ പോലെ വീട്ടിലിരിക്കുന്ന, ഇപ്പം എൻ്റെ വൈഫാണ് അപ്സര പോകുമ്പോൾ ഇയാൾ ഇങ്ങനെ കാടടച്ച് പറയുമ്പോൾ നമുക്ക് വിഷമം വരില്ലേ? അത് മനസ്സിലാക്കണമെങ്കിൽ ഇത് കേൾക്കുന്ന ആൾക്കാർ അവരുടെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടി അവിടെ പോകണം. അപ്പോൾ ഇതുപോലെ പോയ ശരണ്യ, പിന്നെ അങ്ങനെ എത്രയോ ആർട്ടിസ്റ്റുകൾക്കെതിരെ അല്ലെങ്കിൽ എത്രയോ കണ്ടസ്റ്റൻസിനെതിരെ ഇത്ര ആരോപണം വന്നു. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ അഖിലെ തുറന്ന് പറയാവൂ, അതല്ലെങ്കിൽ പറയരുത്. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, പെൺകുട്ടികൾക്ക് മാത്രം ഇത് ബാധകമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് വെച്ചാൽ, അഖിൽ എങ്ങനെയാണ് അപ്പൊ വിന്നറായത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അഖിലിന് എങ്ങനെയാണ് ചാൻസ് കിട്ടിയത്? അപ്പൊ അഖിൽ കൂടെ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ആരെയാണ് ഇത് കൊണ്ടുകൊടുത്തോ? വേറെ ആരെങ്കിലും കൊണ്ടുകൊടുത്തോ? എനിക്ക് വേണമെങ്കിൽ പറയാം. ബിഗ് ബോസിൽ വിന്നറായ പല ആൾക്കാരും മെയിൽ കണ്ടസ്റ്റൻസ് ഉണ്ട്. അവരുടെ വീട്ടിലുള്ള അമ്മേനെയും ഭാര്യനെയും മക്കളെയും പെങ്ങളെയൊക്കെ കൊണ്ടുകൊടുത്തിട്ടാണ്. അല്ല, ഞാൻ പറയട്ടെ, കേക്ക്. അപ്പോ ഇതിനകത്ത് ഇദ്ദേഹം പറയുന്ന ആദ്യത്തെ കാര്യം അത് തന്നെ എനിക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. ഈ പുള്ളിയുടെ സൈഡിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേരോട് ദേഷ്യം തോന്നിയൊരു പോയിന്റ് ആയിരുന്നു ഇത്. ഇയാൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അത് ആരായിരുന്നു, ഏത് സ്ത്രീയാണ്, ആരാണ് അവിടെ അങ്ങനെ ചെയ്തത്, ആരാണ് അങ്ങനെ കിടന്നു കൊടുത്തത് എന്ന് അഖിൽമാരാർ പറയണം, പേര് പറയണം. ഇയാൾ പൊട്ടനാണോ? അല്ല, എനിക്കറിയാൻ മേല. അല്ല, അങ്ങനെ ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ? ആ സ്ത്രീയെ അഖിൽമാരാരും പറയുന്ന ഒരു കാര്യമാണ് അത്. ഒരു സ്ത്രീയുടെ പേര് അങ്ങനെ പൊതുവെ ഒരു പൊതു സ്ഥലത്ത് വന്നിരുന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു വൃത്തികെട്ട ഒരു പരിപാടിയാണത്. അത് അവർക്ക് കേസും കൊടുക്കാം. പിന്നെ ഈ ചേട്ടന്റെ സൈഡിൽ നിന്ന്, ഈ അപ്സരയുടെ ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അയാൾ പറയുന്നതിനകത്ത് ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമം വരും. അഖിൽമാരാർ വന്നിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ അവിടെ പോയിരിക്കുന്ന സ്ത്രീകളിൽ കുറച്ച് പേരൊക്കെ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അവർക്ക് എന്ന് പുള്ളി പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള കുറെ മറ്റേ ചൊറി പിടിച്ച ചേട്ടന്മാരുണ്ട്. ഇവന്മാര് വന്നിരുന്നു. ഇപ്പൊ ഈ പുള്ളി പറയുന്നതിനകത്ത് ആ ഒരു പോർഷൻ ഞാൻ വെച്ചിട്ടില്ല. പുള്ളി തന്നെ പറയുന്നുണ്ട്, പുള്ളി ഒരു ഫോട്ടോ ഇട്ടാലോ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഇട്ടാലോ പുള്ളിയുടെ ആ ഒരു ഫോട്ടോ അടി വന്ന് കമന്റ് ചെയ്യും, നിന്റെ ഭാര്യ ഇങ്ങനെ കൊടുത്തിട്ടല്ലേ കയറി പോയിരിക്കുന്നത് എന്നുള്ളൊരു സാധനം പറയും എന്നാ ചേട്ടൻ പറയുന്നുണ്ട്. അത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടി തന്നെ. അതിന് അഖിൽമാരാറിന്റെ നെഞ്ചത്ത് എന്നിട്ട് കാര്യമില്ല ചേട്ടാ. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് താൻ അഖിൽമാരാർ എടുക്കുക, എന്നിട്ട് അഖിൽമാരാർ ആ പേര് പറയണം. ഇല്ലെങ്കിൽ എല്ലാവരും വന്ന് എന്നെ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നുണ്ട്, എന്റെ ഭാര്യ എങ്ങനെ പോയിരിക്കുന്നത് എന്ന് മറ്റുള്ളവർ പറയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടന്റെ സൈഡിൽ ഒരു ശരിയുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം എല്ലാരും വന്ന് ഇങ്ങനെ കുത്തുമ്പോഴത്തേക്ക് താങ്കൾക്ക് പൊട്ടും. എടോ, അതിപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരാളൊരു കാര്യം അയാൾ പറഞ്ഞതിനകത്ത് അയാൾക്ക് ആ പേര് പറയാൻ പറ്റത്തില്ല. അത് അതിനെക്കാട്ടിലും വലിയൊരു പ്രശ്നമായി പോകും. മനസ്സിലായില്ലേ? അയാൾക്കെതിരെ കേസ് വരും. ഇത് താൻ മാത്രമാണ്, ഇത് തന്നെ മറ്റേ ഈ ചൊറിയന്മാര് വന്ന് ചൊറിയുന്നതാണ്. അത് താങ്കൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഉണ്ടാവണം. നേരെ മറിച്ച് അഖിൽമാരാർ താൻ ഇതും പറയുന്ന ഇത് തന്റെ ഈ ഒരു പറച്ചിലും കേട്ടിട്ട് അഖിൽമാരാർ ആ ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞാൽ
അഖിൽമാരാർക്കെതിരെ കേസ് വരും. കേസ് പോട്ടെ, ആ പെൺകുട്ടിയുടെ ലൈഫ് എന്തായിരിക്കും മുന്നോട്ട്? താങ്കൾ അത് ചിന്തിക്കുന്നുണ്ടോ? ഇതിപ്പം കുറെ ചൊറിയന്മാരാണെന്ന് നിങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. ചൊറിയന്മാർ വന്നിരുന്ന് ചൊറിയുന്നതാണ്. തനിക്കെന്താ അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഇല്ലാത്ത? എനിക്ക് അത്രേ ഉള്ളൂ ചോദിക്കാൻ. പിന്നെ ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഒരു പോർഷൻ ഇപ്പൊ അത് കഴിഞ്ഞു പോയി, ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ച് കേൾപ്പിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ പറയണം അഖിൽമാരാറിന്റെ ഭാര്യയെയും മകളെയും ആണ് ഇയാള് പറഞ്ഞത്. ഇപ്പൊ ഉണ്ടാവുന്ന ഒരു കോൺട്രവേഴ്സി, അഖിൽമാരാർ തെറി പറഞ്ഞു എന്ന് പറയുന്ന കാര്യം ഇതിനാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അഖിൽമാരാർ പറയുന്നത് എന്റെ മോളെ നിങ്ങൾ പറഞ്ഞില്ലേ, താൻ അങ്ങനെ ചോദിച്ചില്ല എന്നുള്ള രീതിയിലാണ് ഇയാളെ തെറി പറയുന്നത്. പക്ഷെ ഇയാള് മകളെയോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് നല്ല വ്യക്തമാക്കി തരാം. ഇതൊന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടു. കേക്ക് എനിക്ക് വേണമെങ്കിൽ പറയാം. ബിഗ് ബോസിൽ വിന്നറായ പല ആൾക്കാരും മെയിൽ കണ്ടസ്റ്റൻസ് ഉണ്ട്. അവരവരുടെ വീട്ടിലുള്ള അമ്മേനെയും ഭാര്യനെയും മക്കളെയും പെങ്ങളെയൊക്കെ കൊണ്ടുകൊടുത്തിട്ടാണ്. അല്ല, ഞാൻ പറയട്ടെ, കേക്ക് നമ്മൾ അങ്ങനെ വളരെ കാടടച്ച് പറയാന്ന് വിചാരിക്കുക. അപ്പോ ശ്രദ്ധിച്ചോ നിങ്ങള്? അഖിൽമാർ ഈ അപ്സരയുടെ ഹസ്ബൻഡ് പറയുന്നത് അവിടെ വിന്നർ ആയിട്ടുള്ള പകലും ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറയാലോ, അമ്മയും മകളെയും ഒക്കെ കൊണ്ട് കൊടുത്തിട്ടാണ് എന്നുള്ളൊരു അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പുള്ളി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അഖിൽമാരാർ അവിടെ കഴിഞ്ഞ വർഷം ജയിച്ച വിന്നർ ആയിട്ടുള്ള അഖിൽമാരാർ താങ്കളുടെ അമ്മയോ പെങ്ങളെയോ മക്കളെയോ എന്ന് അവിടെ ചോദിച്ചിട്ടില്ല. അവിടെ വിന്നർ ആയിട്ടുള്ള പല ആളുകളും എന്നാണ് പുള്ളി ചോദിച്ചിരിക്കുന്നത്. ഇതും പൊക്കി പിടിച്ചാണ് അഖിൽമാരാർ ഇപ്പൊ തെറി പറയാൻ വന്നിട്ടുള്ളത്. അതായത് അഖിൽമാരാറിന്റെ ഭാര്യയും മകളെയും വീട്ടുകാരെയും പറഞ്ഞു എന്ന് പറഞ്ഞ് അഖിൽമാരാർ എന്ന് പറയുന്ന അഖിൽമാരാർ പലയിടത്തും പല പ്രശ്നങ്ങളും വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഞാൻ നിങ്ങളെ പേഴ്സണലി പറഞ്ഞോ? ഇല്ല, ഞാൻ മൊത്തത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സ്ത്രീയുടെ ഇപ്പൊ അഖിൽമാരാർ പറയുന്നതിനകത്ത് ഞാനൊരു സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാരെയും കൂടെ ഒന്നിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് കുറെ പേരുണ്ട് എന്നുള്ള രീതിയിലാണ് അഖിൽമാരാർ പറയാനുള്ളത്. അതുപോലെയല്ല ഈ പുള്ളി പറഞ്ഞിരിക്കുന്നത്. അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞല്ല. അഖിൽമാരാറിന്റെ ഭാര്യ, അഖിൽമാരാർ ജയിച്ചത് അഖിൽമാരാറിന്റെ ഭാര്യയും മകളെയും ആ വീട്ടുകാരിൽ ആരെങ്കിലും ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ് ഇവിടുത്തെ പല സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരും അതെന്താണ് ശ്രദ്ധിക്കാത്തത്? എല്ലാവരും ഒന്ന് രണ്ട് നല്ല പേരിൽ നിൽക്കുന്ന ഏറ്റവും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒന്ന് രണ്ട് റിയാക്ട് ചെയ്യുന്ന ആളുകൾ വന്നിട്ട് അയാളുടെ നെഞ്ചത്തോട്ട് ഈ സാധനം വെച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഇപ്പതേ സോഷ്യൽ മീഡിയ പൊങ്കാല ഇട്ടോണ്ടിരിക്കും അയാളെ. ശ്രദ്ധിച്ചൊന്നുകൂടെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെറുതെ ഒരാളുടെ നെഞ്ചത്ത് എന്തിനാണ് ചെന്ന് തെറി പറയാൻ നിൽക്കുന്നത്? സത്യം മനസ്സിലാക്കിയിട്ട് തെറി പറയാൻ നിൽക്കൂ. ഇനിയും അഖിൽമാരാർ ഈ ഒരു സാധനം പറഞ്ഞിട്ട് അഖിൽമാരാർ വിളിച്ച തെറികൾ നിങ്ങളൊന്ന് കേട്ടോ. ഇതിനകത്ത് കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ കാണാൻ നിൽക്കണ്ട. കൊച്ചു പിള്ളേർ ഈ ഒരു പരിപാടി കാണാൻ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ലൗഡ് സ്പീക്കറിലൊക്കെ ആണെങ്കിൽ കുട്ടികൾ അടുത്തുണ്ടെങ്കിൽ ഒന്ന് ഹെഡ്സെറ്റ് വെച്ചിട്ട് അഖിൽമാരാർ പറയുന്ന ഈ സാധനം ഒന്ന് കേട്ട് നോക്ക്. ഹലോ, പല തൊണ്ടയ്ക്ക് മുമ്പേ ഉണ്ടായ ആൽബിയല്ലേ? പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല നിങ്ങൾ അങ്ങനെ ഉണ്ടായാലെന്ന് എനിക്കറിയാം. അഖിൽമാരാണേ. അല്ല, നീ എന്താ ചോദിച്ചാൽ ആദ്യം എന്താ ചോദിച്ചത്? അല്ല, പല തൊണ്ടയ്ക്ക് മുമ്പേ ഉണ്ടായ ആൽബിയല്ലേ? പക്ഷെ ഇന്ന് ഞാനങ്ങനെ പറയത്തില്ല. നാട്ടുകാരങ്ങനെ പറയുമായിരിക്കും, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല കേട്ടോ. നീ ഭാര്യ അമ്മയെ വിറ്റ് ജീവിക്കുന്നവരെന്ന് നാട്ടുകാർ പറയും, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല. എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാണ്. നീ എന്താ പറയല്ലേ? എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാണ്. നീ നല്ല മനുഷ്യനാ. പിന്നെ പക്ഷെ നിന്റെ നാട്ടുകാർ നിന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് നീ പറയാണ്ടേക്ക് മുമ്പേ ഉണ്ടാവനാ, നീ അമ്മയും ഭാര്യയും വിറ്റ് ജീവിക്കുന്നവനാ, അങ്ങനെയൊക്കെ പറയുന്നത്. അത് ശരിയാണോടാ? അത് എടാ നിന്നെ വഴിയിലിട്ട് എനിക്കറിയത്തില്ല കേട്ടോ അതിനെ പറ്റിയൊന്നും. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഓഹോ, എനിക്കൊരു വൈര്യമില്ലടാ മൈരേ. മര്യാദയ്ക്ക് നീ ഇരിക്കുന്ന നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ചെവുക്കല്ല് അടിച്ചു പറിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഈ ചെവുക്കല്ല് ഞാൻ അടിച്ചു പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നവർ ഞാൻ മനസ്സിലായിട്ടത്. നീ തോന്നല്ല. നീ മിണ്ടാ പറയുന്നവിടെ നീ ആവശ്യം എനിക്ക് എന്താണ്? ആൾക്കാരെടുത്ത് പോയിട്ട് ഉണ്ടാക്കിയാൽ മതി. പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നാട്ടുകാർ സ്വന്തമായിട്ട് അഭിപ്രായമില്ലടാ. സ്വന്തമായിട്ട് അഭിപ്രായമില്ലടാ. അതാണ് അഖിൽമാരാറിന്റെ ഒരു ക്വാളിറ്റി. എടുത്തേ ചാടി പിടിച്ചേ എന്നും പറഞ്ഞുകൊണ്ടാണ് അഖിൽമാരാർ അങ്ങോട്ട് ചെന്നത്. അഖിൽമാരാർ ഈ പുള്ളി പറഞ്ഞു എന്ന് പറയുന്ന ഈ ഒറിജിനൽസിനകത്ത് വന്ന ആ ഒരു വീഡിയോ അഖിൽമാരാർ ഒന്നുകൂടെ ഒന്ന് കണ്ടായിരുന്നെങ്കിൽ ഈ ഒരു തെറി വിളിക്കാൻ പോകത്തില്ലായിരുന്നു. കാരണം അഖിൽമാരാർ പറയുന്ന ഒരു പാറ്റേണിൽ തന്നെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടെ ആ വീഡിയോ ഒന്ന് കണ്ടുപോയിക്കോ, ഞാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് വേണമെങ്കിൽ എന്നെ തെറി പറഞ്ഞു. അഖിൽമാരാറിന്റെ ഭാര്യയും മോളെയും പുള്ളി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മക്കളെ വെച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ്. അഖിൽമാരാറിന്റെ മക്കൾ എന്നവിടെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഏതൊരാളാണെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും സംസാരിക്കുമ്പോൾ പറയുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പോവല്ല. അങ്ങനെ പറഞ്ഞതിനകത്ത് എല്ലാ ആൾക്കാരെയും വെച്ച് പറഞ്ഞു, എല്ലാവരുടെയും മക്കളെയും. അപ്പൊ എല്ലാവരും തെറി പറയണം, മനസ്സിലായ?
എല്ലാരും ബിഗ് ബോസിൽ വിന്നറായി പോയ എല്ലാവരും വേണം അവരെ തെറി പറയാൻ. അല്ലാതെ അഖിൽമാരാറിനെ മാത്രം അഖിൽമാരാറിന്റെ മക്കളെ കുത്തി എന്നും പറഞ്ഞ് അഖിൽമാരാർ തെറി പറയാൻ പോവല്ല ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഇന്നലെ വൈകിട്ട് അഖിൽമാരാർ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചാനലിന്. അത് ഞാൻ ഇവിടെ വെച്ച് തരാം. അധികം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഇവിടെ വെച്ച് തരാം. സാഹചര്യം ഒറ്റ അഭിപ്രായം പറയുന്നുള്ളൂ. നമ്മൾ എന്ത് പറഞ്ഞാലും ദൈവം ഇത് വളച്ചൊടിക്കാതിരിക്കുക. എല്ലാവരുടെ കൂടെ ഉള്ള റിക്വസ്റ്റ് ആണ്. എന്നല്ല ഞാൻ എന്നെ പറ്റി പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും വിമർശിച്ചു, ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ആർക്കും എന്തും പറയാം. നമ്മൾ പബ്ലിക്കിനോടാണ് പറയുന്നത്, വിമർശിക്കുന്നതിൽ ഒരു വിഷമവും ഇല്ല. പക്ഷേ ഇത് തുടക്കം മുതൽ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കൊരു പ്രശ്നം. ഞാൻ എന്ത് പറഞ്ഞോ നേരെ വിരുദ്ധമായിട്ടാണ് പറയുന്നത്. അത് ദയവേത് ചെയ്യാതിരിക്കുക. ഏതെങ്കിലും രീതിയിൽ സമൂഹത്തോടൊരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. ഉള്ള കാര്യം പറഞ്ഞ് ചോദിച്ചോ, ഉള്ള കാര്യം പറഞ്ഞ് വിമർശിച്ചോ, കുറ്റപ്പെടുത്തിക്കോ, ഒരു കുഴപ്പമില്ല. ഇന്നലെ തന്നെ അത് പബ്ലിഷ് ചെയ്ത ഇതിനകത്തൊരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വ്യക്തിപരമായിട്ട് നമ്മൾ ഒരാളെ പറ്റി പറയുമ്പോൾ എൻ്റെ ഒരുപാട് പേര് ചോദിച്ചു എന്താ പേര് പറയാത്തത്. നമ്മൾ പേര്, ഒന്നാമത്തെ കാര്യം ഈ പെൺകുട്ടികളുടെ പേര് നമുക്ക് പറയാൻ പാടില്ല. രണ്ട്, ഒരാളുടെ പേര് പറഞ്ഞ ഒരാളെ ഹേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കണ്ടില്ല, എനിക്കും ഈ ഒരു കാര്യത്തിൽ ഞാൻ അഖിൽമാരാറിന്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു കേസ് വരുമ്പോ. കാരണം അയാളും മറ്റേ ആള് ഈ ആൽബി എന്ന് പറയുന്ന ആള് വന്നിട്ടാണെങ്കിൽ പേര് പറ, ഒരിക്കലും താനാ ചോദിച്ചത് തന്നെ മോശം. തന്നെ ഈ ആൽബി എന്ന് പറയുന്ന വ്യക്തിയെ ഈ തെറി പറഞ്ഞ കേസിൽ മാത്രമേ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു ചെറിയ താല്പര്യമുള്ളൂ. കാരണം അഖിൽമാരാർ എടുത്ത് ചാടി അങ്ങോട്ട് പോയി, കാര്യം ഒന്നുകൂടെ ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. പക്ഷെ ഇയാൾ ചോദിക്കുന്നതിനകത്തെ പല കാര്യത്തിലും ചെവിക്കല്ലിൽ അടിച്ചു പൊളിക്കേണ്ട ഒരു കയ്യിരിപ്പ് തന്നെയാണ് ആൽബിയുടെ കേസിൽ. കാരണം ഒരു പെൺകുട്ടിയുടെ പേര് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ വേസ്റ്റ് തിങ്. അങ്ങനെ ചോദിക്കുന്നതന്നെ ആ പെൺകൊച്ചിന്റെ പേര് പറയുക എന്ന് പറയുന്നത് തന്നെ ഒരു ചോദ്യം തെറ്റാണ് മോനെ ആൽബിക്കുട്ട. കേട്ടല്ലോ. ബാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു 1-2 ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് എനിക്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങളെന്തായാലും എനിക്ക് അയച്ച മെസ്സേജ് അല്ല കേട്ടോ, വേറൊരാൾക്ക് ഞാനിപ്പോൾ കേൾപ്പിക്കുന്നത്. അതായത് ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ ഓൺലൈൻ മീഡിയയിൽ പറഞ്ഞൊരു സാധനമാണേ, വോയിസ് കേട്ടാൽ മതി. ഞാൻ 8 വർഷം ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തതാണ്. അതായത് ഇപ്പോഴും നല്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ 8 വർഷം ഞാൻ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്കൊന്നും ചിലപ്പോൾ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, പക്ഷെ ഉള്ളവരുണ്ട്. കഴിഞ്ഞ ബിഗ് ബോസിലല്ല, അതിന് മുന്നത്തെ 2 സീസണിന് മുന്നേ ഉള്ള എൻ്റെ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ടിൻ്റെ അടുത്തും ഇതുപോലെ പകുതി പേയ്മെന്റ് ഏഷ്യാനെറ്റ് വാങ്ങിയിരുന്നു. അയാൾ ഏഷ്യാനെറ്റിൽ ഇപ്പോഴും സജീവമായതുകൊണ്ട് അയാൾ തുറന്ന് പറയുന്നില്ല. പക്ഷെ വാങ്ങിയെന്നുള്ളതും ഇവർ ചോദിച്ചതും ഒക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഞാനിത് ആളുകളെ അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല, ആ പറയുന്നതിൽ സത്യമാണ്. അപ്പോ സംഗതി കേട്ടല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബാക്കിലോട്ട്, ഈ വീഡിയോ ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് ആ ഒരു ഭാഗം മാത്രം നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ വീഡിയോ, ഒരു ക്ലിപ്പാണ് അഖിൽമാരാറോടെ കാണിച്ചു കൊടുത്തത്. അയാൾ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി നല്ല ഒന്നാന്തര മുട്ടായിപ്പാണ്. പല ആളുകളുടെയും അവിടെ കാശ് മേടിക്കാറുണ്ട്, കാശ് ചോദിക്കാറുണ്ട് എന്നുള്ള ഒരു സംഗതി. അപ്പൊ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെ വന്ന് പറയുന്നുണ്ട്. അഖിൽമാരാറിന്റെ വോയിസ് ക്ലിപ്പ് ഉണ്ട്. ഇതൊക്കെ കാണിക്കുന്ന അയാൾക്ക് അറിയാമായിരിക്കും അവിടെ ആരാണ് ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ആ കിടന്നു കൊടുത്തിട്ടുള്ള ആളെന്നുള്ളത്. പിന്നെ പുറത്ത് പറയാൻ പറ്റാത്തത് അത് ആ പെൺകുട്ടി, അത് ആരാണോ അയാളുടെ ജീവിതം നശിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ആ ഒരു കാര്യത്തിൽ അഖിൽമാരാറിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഒരിക്കലും അത് പുറത്ത് പറയരുതെന്ന് തന്നെയാണ് എന്റെയും ഒരു ആഗ്രഹം. കാരണം ഒരാളുടെ ലൈഫ് എന്തിനാ നശിപ്പിക്കുന്നത്? കഴിഞ്ഞു പോയി. പക്ഷെ ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് അതൊരു ഉഡായിപ്പാണ് എന്നുള്ള കാര്യം നല്ല വ്യക്തമാക്കി തരുന്നുണ്ട് അഖിൽമാരാർ. ഓക്കെ, അഖിൽമാരാർ തന്നെ. കാരണം ആ വോയിസ് ക്ലിപ്പ് ഇല്ലെങ്കിൽ അഖിൽമാരെ കേൾപ്പിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് പറയുന്നുണ്ട് എന്താ അവിടുത്തെ അവസ്ഥ എന്ന്. ബാക്കി അതേപോലെ മെയിൽ വന്ന് കിടപ്പുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്റർവ്യൂവിലേക്ക് കയറ്റി വിടാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ വിളിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ്. അതായത് ഇന്റർവ്യൂ വരെ ഞങ്ങൾ എത്തിച്ചേരാം കേട്ടോ. അതിനുശേഷം നടക്കില്ല നമുക്കറിയത്തില്ല. ഇന്റർവ്യൂ വരെ എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഇന്ന് രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞൊരാളാണ് പറഞ്ഞത് ഇന്റർവ്യൂവിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഇത്. പിന്നെ ആർട്ടിസ്റ്റുകളെ വരുന്നതും പക്ഷേ മറ്റേ എന്തെല്ലാം പേര് എന്താണ്, വിൽഫ്രഡ് ഡിസൂസ, അപ്സരയുടെ ഹസ്ബൻഡ്. അപ്പോൾ അപ്സര ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റുകൾക്ക്, സിനിമാ നടിമാർക്ക്, അതുപോലെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന സെലിബ്രിറ്റികളായിട്ടുള്ളവർക്ക് അവർക്ക് ചിലപ്പോൾ ഓഡിഷൻ ഒന്നും ഉണ്ടാവത്തില്ല. അവരെ വിളിക്കുന്നത് ഇവർ അങ്ങോട്ട് ചിലപ്പോൾ കൂടുതൽ പറയും. ഇവർ പോകണമെന്നില്ലല്ലോ. ഇപ്പം നമ്മുടെ എൻ്റെ സുഹൃത്താണ് ഇപ്പോൾ നോബി, ഇപ്പോൾ നമ്മുടെ ഭാഷണ ഷായി, സാജു നവോദയ, ഇവർക്കൊക്കെ വലിയ പൈസ കൊടുത്തിട്ട് ആവശ്യപ്പെട്ട് വിളിക്കുന്നതാണ്. അവർക്ക് ഓഡിഷൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം അവരുടെ ഫേസ് ചാനലിന് ആവശ്യമാണ്. അതുപോലെ ആയിരിക്കത്തില്ല ചിലപ്പം ഒരു പുതിയ ഒരാളെ വിളിക്കുന്നത്. ഈവനിപ്പോൾ എന്നെ ഇപ്പോൾ ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ അത്ര ഫേസ് ഒരു ഫെമിലിയർ ഫേസ് അല്ല, ഒരു ആർട്ടിസ്റ്റ് അല്ല. നമ്മൾ ചിലപ്പോൾ ഓഡിഷൻ അറ്റൻഡ് ചെയ്യേണ്ടി വരും, ഓഡിഷനിൽ പെർഫോം ചെയ്യേണ്ടി വരും. അവിടെയാണ് ഞാൻ പറഞ്ഞത് പുതിയ തലമുറയ്ക്ക്, അല്ലാതെ ഇതിനകത്ത് കയറിപ്പോയ ആർട്ടിസ്റ്റുകളായിട്ടുള്ളവർക്ക് ലൈം ലൈറ്റ് നിൽക്കുന്നവർക്ക് എന്താ പ്രശ്നം? ഇവരതിനകത്ത് വരിടാവേണ്ട കാര്യം എന്താ? ശരണ്യാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ അവരെ ഓഡിഷൻ, അവർ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കേരളത്തിലുള്ള ജനതയ്ക്ക് അറിയാം.
ശരണി ആയിക്കോട്ടെ, അപ്സര ആയിക്കോട്ടെ, സുധലക്ഷ്മി ആയിക്കോട്ടെ, മനീഷ ചേച്ചി, ഇങ്ങനെയൊക്കെ വരെ ഒരുപാട് നമ്മുടെ ഈ പറഞ്ഞ TV-യിലൂടെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർക്കൊന്നും ഓഡിഷൻ പോലും ഇല്ലാതാണ് എടുക്കുന്നത്. പിന്നെ അപ്പോൾ ഇവരാരും വറീഡാവത്തില്ല. അപ്പോ സംഗതി അങ്ങനെയാണ്. ഇത്തിരി ഒരു സെലിബ്രിറ്റി ഫേസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഒരു ഇന്റർവ്യൂ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല. അയാൾക്ക് ഡയറക്റ്റ് ആയിട്ട് ബിഗ് ബോസിൽ നിന്ന് തന്നെ വിളിച്ചാണ് ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷനോടെ അകത്തോട്ട് കയറ്റുന്നത്. അതല്ലാതെ വലിയ സെലിബ്രിറ്റി ഒന്നും അല്ലാത്ത, ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു സാധാരണക്കാരൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അയാൾക്ക് ഇന്റർവ്യൂ ഉണ്ട്. 2-3 റൗണ്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടെന്നാണ് ഞാനും പറഞ്ഞത്, ഓഡീഷൻ പോലെ. സോ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞാണ് അകത്തോട്ട് കയറ്റുന്നത്. സോ അങ്ങനെ ചെല്ലുന്ന ഒരാളെയാണ് ഈ ബിഗ് ബോസിലെ ചേട്ടന്മാർ വഹിക്കുന്നത്. കാശൊക്കെ മേടിച്ച് നിന്നെയൊക്കെ ഞാൻ കുറച്ച് നാളും കൂടെ ഒക്കെ ഇതിനകത്ത് ഓടിക്കാം, ഒരു 10-90 ദിവസമൊക്കെ നിർത്തിക്കാം, ഇല്ലെങ്കിൽ ടോപ്പ് 5-ൽ എത്തിക്കാം എന്നൊക്കെ പറഞ്ഞ് കാശ് മേടിക്കുന്നത്. ഇല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ അവരെ വേറെ പല രീതിയിലേക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ സാധാരണ ജനങ്ങളോടാണ് ദൈവത്തെ ഓർത്ത് ഈ പരിപാടിയിലൊന്നും പോയി തല വെക്കാതിരിക്കുക. അതിനകത്ത് പോയി വിന്നർ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെ വിത്ത് പ്രൂഫ് ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകളും പറയുന്നുണ്ട് അത്ര നല്ല പരിപാടിയൊന്നും അല്ല ഇത്, അവിടെ പല പരിപാടികൾ വേറെ നടക്കുന്നുണ്ടെന്ന്. ഇത്രയുമൊക്കെ ഓഡിയോ പ്രൂഫ് വരെ കേട്ടല്ലോ. അപ്പൊ കൂടുതലായിട്ട് ആരും പോയി ഈ പണ്ടാരത്തിനകത്ത് തലവെച്ച് കൊടുക്കാതിരിക്കുക. പിന്നെ ഇപ്പൊ ഈ അഖിൽമാരാർ മറ്റേ ആൽബി എന്ന് പറയുന്ന ഒരാളുടെ കോൺട്രവേഴ്സി, അതിനകത്ത് ഞാൻ നല്ല വ്യക്തമാക്കി തന്നിട്ടുണ്ട് എന്റെ ഒരു പെർസ്പെക്റ്റീവ്, എന്റെ ഒരു പോയിന്റ്, ഞാൻ ആരുടെ കൂടെയാണെന്നുള്ളത്. എനിക്ക് രണ്ടുപേരെയും തള്ളിക്കളയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി ചാടിക്കേറി ഇറങ്ങി ആ വിഷ്വൽ മൊത്തം കാണാതെ, ആ വീഡിയോ മൊത്തം കണ്ടായിരുന്നെങ്കിൽ അഖിൽമാരാർക്ക് മനസ്സിലാക്കാമായിരുന്നു പുള്ളിയുടെ മക്കളെ ഒന്നും അല്ല പറഞ്ഞിട്ടുള്ളതെന്ന്. പിന്നെ ഇവിടുത്തെ കുറെ ചേട്ടന്മാര് മറ്റേ അതും പൊക്കി പിടിച്ചോണ്ട് ഇറങ്ങുന്നുണ്ട്. അവരോടാണെങ്കിലും ഒന്നത് വ്യക്തമായിട്ട് കേട്ടത് മനസ്സിലാകും. പുള്ളി ഇത്രയും നാളായിട്ട് അവിടുന്ന് വിന്നറായി കഴിഞ്ഞാൽ എല്ലാരെയും കൂടെയാണ്, വിന്നറായ എല്ലാരെയും ചേർത്താ പറയുന്നത്, അല്ലാതെ ഒരു പേഴ്സണെ പ്രത്യേകിച്ച് എടുത്തൊന്നും പറയുന്നില്ല. ഓക്കെ, അതിന് തൊട്ട് മുമ്പ്, കുറച്ച് മുമ്പ്, സെക്കൻഡ്സിന് മുമ്പ് അഖിൽമാരാറിന്റെ കാര്യം പറഞ്ഞ് നിർത്തുന്നു. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഇതും അഖിൽമാരാറിനെ വെച്ച് തന്നെ ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെ അല്ല. ഓക്കെ, പിന്നെ ഈ ആൽബി ചേട്ടൻ മറ്റേ പൊക്കി എടുത്തോണ്ട് ഇറങ്ങണ്ട, ഇവിടെ പേര് പുറത്ത് പറയണമെന്ന് പറഞ്ഞത് തനിക്ക് ഇടിയിട്ടാൽ തന്നെ തൂക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു പെൺകുട്ടിയുടെ പേരെങ്ങനെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ തെറ്റാണ്, ചെറ്റത്തരം. അത് മനസ്സിലാക്കിയിരുന്നാൽ, ഇത്ര പ്രായമായില്ലേ, അതൊക്കെ മനസ്സിലാക്കേണ്ട സമയം ആയില്ലേ. പിന്നെ തനിക്ക് വരുന്നത് അത് ഈ നാട്ടിലുള്ള ചൊറിച്ചിലാണോ, അത് മനസ്സിലാക്കുക, അത്ര ഉള്ളു അതിനകത്ത്. കൂടുതൽ അവന്നെ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ ഒരു ഗെയിമാണെന്ന്, അവിടെ നടക്കുന്നത് ബിഗ് ബോസിനകത്ത് ഒരു ഗെയിമാണ് നടക്കുന്നതെന്ന്. അപ്പൊ അതുപോലത്തെ ഒരു ഗെയിമാണ്. അതിനകത്തൊരു ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ അയാളുടെ ഭർത്താവിനെ, പുറത്തുള്ള ഒരു ഭർത്താവിന് ഇങ്ങനത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും ഒരു ഗെയിമിന്റെ ഭാഗമാണ്. അതിനെ അങ്ങനെ എടുക്ക്. അല്ലാതെ കൂടുതലായിട്ട് മറ്റേ താൻ അതിനകത്തിട്ട് എന്തോരം തെറികൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്നത്, എന്തോരം ആൾക്കാർ നമ്മളെയൊക്കെ വിളിക്കുന്നുണ്ട്. നമ്മളെന്താ കൂടുതൽ അതിന്റെ പറയാൻ പോകാൻ പോരുവാണോ? മണ്ടന്മാര് അവന്മാര് വന്നിരുന്ന് മറ്റേ കമന്റ് ഇട്ടോണ്ടിരിക്കും, തന്റെ ഫോട്ടോ ഒക്കെ ഒന്നുമാര് തെറിയോടെ തനിക്കല്ലേ ഗുണം. ആ ഫോട്ടോ മാക്സിമം റീച്ച് ആവും, അങ്ങനെ മൈൻഡ് ചെയ്യണോ. അല്ലാതെ ചുമ്മാ എടുത്ത് തല വെച്ച് കയറ്റാൻ പോകേണ്ടതൊക്കെ മനസ്സിലായി. അതിനകത്ത് അത്രേ ഉള്ളൂ നമുക്ക് നോക്കാൻ. പിന്നെ ഈ കൃമികൾ എല്ലായിടത്തും ഉണ്ട്, അവന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു പണിയില്ലാതെ ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഡോണ്ട് മൈൻഡ് ഇറ്റ്, അത്രേ ഉള്ളൂ.